എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കാലണ്ടർ ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 2021 കാലണ്ടർ നമുക്ക് കുപ്പിയിലാക്കാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നെറ്റിൽ നിന്ന് ഒരു പ്രിൻ്റ് എടുത്തിട്ടുണ്ട് 2021 കാലണ്ടർ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഈ ഓരോ മന്തും ഞാനിങ്ങനെ സെപ്പറേറ്റ് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ ഈ ഒരു ഓർഡറിൽ ഇങ്ങനെ ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഞാൻ ഫസ്റ്റ് ബോട്ടിലിൻ്റെ ഫ്രണ്ട് പോർഷനിലും, അതായത് ഒരു സൈഡിൽ ആദ്യത്തെ 3 മാസം, പിന്നെ നെക്സ്റ്റ് 3 മാസം, അങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബോട്ടിലിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് 4 മാസം വേണമെങ്കിൽ ഒട്ടിക്കാം, അതല്ല 2 മാസമാണെങ്കിൽ 2 മാസം ഒട്ടിക്കാം, അങ്ങനെ. അപ്പോൾ ഇത് എല്ലാ മാസവും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാ മാസവും ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് ഗ്യാപ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യണം. എന്നിട്ട് ഈ ഗ്യാപ്പിലൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് വെക്കുകയാണ്. ഇനി ഇത് ബോട്ടിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളും വെള്ളവും മിക്സ് ചെയ്ത ഒരു മിക്സ്ചറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിങ്ങനെ ഈ ബോട്ടിലിൽ ആ ഒരു ഗ്യാപ്പിൽ മാത്രം ഒട്ടിച്ചു കൊടുക്കുക.
അപ്പോൾ ഇതാ അങ്ങനെ ഒട്ടിച്ച ടിഷ്യൂ പേപ്പറൊക്കെ നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പണി, അതായത് ചെറിയൊരു ഡിസൈൻ വർക്ക് മാത്രം ചെയ്യാൻ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാട്ടർ കളർ പെന്നാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ സ്കെച്ച് പെന്നോ അതല്ല സാധാരണ പെയിൻറ്റും വേണമെങ്കിൽ പെയിൻറ്റും എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വാട്ടർ കളർ പെന്ന് വെച്ചിട്ട് അതായത് പോലെ ഒരിങ്ങനെ എന്താ പറയുക, ഒരിങ്ങനെ വള്ളി പോലെ വരച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഗ്രീൻ കളർ കൊടുക്കുകയാണ്. അതുപോലെ ഞാൻ റെഡ് കളർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ 2021 കൂടെ അതിൻ്റെ ടോപ്പിൽ എഴുതി കൊടുത്തു. പിന്നെ അതേ റെഡിനെ കൊണ്ട് തന്നെ ആ ഒരു ഗ്രീൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ ഡോട്ട്സ് പോലെയും ഇട്ട് കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ചെയ്തപ്പോൾ ആ ഗ്രീനിന് അത്ര ഡാർക്ക് ആയില്ല, അതുകൊണ്ടാണ് വീണ്ടും അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഞാൻ ചെയ്തത്. ഇങ്ങനെ എല്ലാ ഗ്യാപ്പും നമുക്കൊന്ന് ഗ്രീന് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി റെഡിനെ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഡോട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ആ ഗ്രീനിൻ്റെ മുകളിൽ. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ടിലിൻ്റെ ബേസിലും അതുപോലെ ഏറ്റവും ടോപ്പിലും ഇതുപോലെ ഒന്ന് റെഡ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഫിനിഷ് ആയാൽ നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് ഇവിടെ കഴിയും. സിമ്പിളല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.